പലരും ഈ വിഷയത്തെ ബന്ധപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ അള്ളാഹിൻ്റെ സിഫാത്തുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യലും അതറിയലും ഒക്കെ ഇത്ര നിർബന്ധമായ കാര്യമാണോ? ഇതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യണോ? ഇതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇത് പാഴായ ചർച്ചയല്ലേ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ ദാറുൽ ഉലൂമിൽ പതിറ്റാണ്ടുകളോളം ഷെയ്ഖുൽ ഹദീസായി സേവനമനുഷ്ഠിച്ച ഷെയ്ഖുൽ ഹദീസ് മൗലാന സഈദ് അഹമ്മദ് പാലംപൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, അള്ളാഹിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് നാം സിഫാത്തുകളെ കുറിച്ച് അറിയുന്നതിനെ സംബന്ധിച്ച് മൗലാന പറയാണ്, ജിസ് തറഹ് अल्लाह की ज़ात की मारिफत ज़रूरी है उनकी सिफ़ात की मारिफत भी ज़रूरी है. എപ്രകാരം അള്ളാഹുവിനെ കുറിച്ചറിയൽ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായ കാര്യമാണോ, അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ചറിയലും ज़रूरी है, അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു പാഴായ ചർച്ചയാണ്, ഇത് വേണ്ടാത്ത ചർച്ചയാണ്, ആവശ്യമില്ലാത്ത ചർച്ചയാണെന്ന് ആർക്കും തോന്നണ്ട. അള്ളാഹുവിനെ കുറിച്ചറിയൽ ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകൽ എപ്രകാരം നിർബന്ധമാണോ അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് ഖുർആനിൽ പഠിപ്പിച്ചത്, ഹദീസുകളിൽ പഠിപ്പിച്ചത്, അയിമ്മത്ത് പഠിപ്പിച്ചത്, അഹ്ലുസുന്ന പഠിപ്പിച്ചത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, ഒഴിച്ചുകൂടാനാകാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് ഷെയ്ഖുൽ ഹദീസ് പറയുന്നത്. എന്നിട്ട് മൗലാന അവറുകൾ അള്ളാഹിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, നമ്മളതിനെങ്ങനെ കാണണം എന്ന് മൗലാന വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്ക് നോക്കാം. മൗലാന പറയാണ്, ഇസി तरह अल्लाह ताला की ज़ात को और उनकी सिफ़ात को भी समझा जा सकता है. ഇപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിനെയും സിഫാത്തിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? യാനി ഉൻകോ മഖ്ലൂഖ് പർ ഖിയാസ് കർക്കെ സംജാ ജായേ, അതിനെ സൃഷ്ടികളോട് തുലനം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് തുലനം ചെയ്യേണ്ടത്? ഓർ ഉസ്സെ ജോ മഖ്ലൂഖ് കെ മാനിന്ദ് ഹോനെ കാ വഹം പൈദാ ഹോ ഉസ്കി. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹിൻ്റെ സിഫാത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ സൃഷ്ടികളെ വച്ചിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ ഇറങ്ങൽ എന്ന് പറയാൻ, അതുപോലെ തന്നെ അള്ളാഹു കാണും, കേൾക്കും, അറിയും, അള്ളാഹു ഉപവിഷ്ടനാണ് പോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സൃഷ്ടികൾ പരസ്പരം സ്നേഹിക്കാറുണ്ട്, പരസ്പരം നമ്മൾ കോപിക്കാറുണ്ട്, നമ്മൾ ഉപവിഷ്ടനാകാറുണ്ട്, നമ്മൾ ഇറങ്ങാറുണ്ട്, നമുക്ക് കൈയുണ്ട്, കാലുണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടികൾക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് പ്രശ്നം? മൗലാന പറയാണ്, നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ പ്രശ്നം വരുന്നത് മഖ്ലൂഖ് കെ മാനിന്ദു ഹോനേക്ക വഹം പൈദാഹോ, സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ മതി. എന്താണ് സ്നേഹം, എന്താണ് കോപം, എന്താണ് കൈ, എന്താണ് കാല്, എന്താണ് ഇറക്കം, ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ മതി. പക്ഷേ അങ്ങനെ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ സൃഷ്ടികളെ പോലെയാണ് എന്നൊരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ്? മൗലാന പറയാൻ, ഉസ്കി തലാഫി യേ കഹ്കർ കി ജായേ, ഇതിൻ്റെ പരിഹാരം ഇങ്ങനെ പറയുന്നതോടുകൂടി അത് പരിഹരിക്കപ്പെടും. എന്താണ് പരിഹാരം? എന്താണ് നമ്മൾ പറയേണ്ടത്? മൗലാന പറയാണ്, ഓ ഹം ജൈസെ നഹി ഹേ, അള്ളാഹിൻ്റെ സിഫാത്തുകൾ നമ്മളെപ്പോലെയല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ദേഷ്യം, അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ കാല്, അള്ളാഹുവിൻ്റെ ഇറക്കം, അള്ളാഹുവിൻ്റെ ഉപവിഷ്ടനാകൽ, ഇതൊക്കെ നമ്മളെപ്പോലെയല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സൃഷ്ടികളിലേക്ക് നോക്കുക, അപ്പോൾ അർത്ഥം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെപ്പോലെയാണ് അള്ളാഹു എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഹം ജൈസ നഹി ഹേ, നമ്മളെപ്പോലെയല്ല, ബൽക്കെ ഉൻകി ദാത്തോ സിഫാത്ത് ഉൻകി ഷാൻ ഷൻ ഹേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ സിഫാത്തും ഈ വിഷയത്തിൽ അള്ളാഹു നമ്മളെപ്പോലെയല്ല, അവൻ്റെ മഹത്വത്തിനോട് യോജിച്ച രൂപത്തിലാണ് എന്ന് പറയലോടുകൂടി തന്നെ നമ്മളും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് ആ തൻസീഹ്, ആ പരിശുദ്ധപ്പെടുത്തൽ അവിടെ വന്നു കഴിഞ്ഞു എന്നാണ് മൗലാന പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ചറിയൽ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ചറിയൽ. ആ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അതിനർത്ഥം നമുക്ക് മനസ്സിലാക്കണം വളരെ സിമ്പിളാണ്. സൃഷ്ടികളിലേക്ക് നോക്കിയാൽ മതി. സൃഷ്ടികളിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. സ്നേഹത്തിൻ്റെയും കോപത്തിൻ്റെയും കൈയുടെയും കാലിൻ്റെയും ഇറക്കത്തിൻ്റെ അർത്ഥം നമുക്ക് കിട്ടും.
പക്ഷെ അവിടെ നമുക്ക് വരുന്ന പ്രശ്നം, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു നമ്മെപ്പോലെയാണോ എന്നൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഇത്രയേ ഉള്ളൂ, ഈ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നമ്മളെപ്പോലെയല്ല എന്ന് പറയലോടുകൂടി അള്ളാഹുവിനെ അവൻ പരിശുദ്ധപ്പെടുത്തി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലുള്ള അവൻ്റെ വിശ്വാസം ഇസ്ലാമികമായി തീർന്നു എന്ന് മൗലാന പാലമൂരി ഉസ്താദ് റഹ്മത്തുള്ളാഹി കൃത്യമായി പറയുക. ഇത് തന്നെയാണ് മൗലാന സർഫറാസ് ഖാൻ സൊഫ്തർ റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചതും, മൗലാന നവാസ് ഷാ കശ്മീർ റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചതും, മൗലാന ഥാനവി പഠിപ്പിച്ചതും, മുൻഗാമികളായ അക്കാബറുകളായ ദേവതി പണ്ഡിതർ പഠിപ്പിച്ചതും, ഇത് തന്നെയാണ് ഇമാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചതും, ഇത് തന്നെയാണ് സുബൈർ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഈ വിഷയം അവതരിപ്പിച്ചതും.